ഹായ് കുമ്പാരിമാരെ, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. നമ്മളിപ്പോൾ ഉള്ളത് തേങ്ങാപട്ടണം ഹാർബറിലാണ്. ഇവിടെ ഒരുപാട് വെറൈറ്റി മീനുകൾ വന്നിട്ടുണ്ട്. പേര് പറയാൻ എനിക്കറിയത്തില്ല. വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് മീനുകളാണ്. വരും കാണിച്ചു തരാം. ഈ തെരച്ച് കഴിച്ചിട്ടുള്ള ഒരു കമന്റ് ചെയ്യണേ. നമ്മുടെ നാട്ടിൽ മീൻ തെരച്ച് എന്ന് പറയും. നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് 50 കിലോമീറ്റർ ദൂരെയാണ് ഈ തേങ്ങാപട്ടണം ഹാർബർ ഉള്ളത്. ഇവിടെ തട്ടുമടി വളർന്നൊക്കെ ചെറിയ മീനുണ്ടെങ്കിൽ നേരത്തെ വേലവിളി തുടങ്ങും. അല്ലെങ്കിൽ 6 മണിയാകുമ്പോഴാണ് നമ്മുടെ വലിയ മീൻ്റെ ഇലയിലൊക്കെ തുടങ്ങുന്നത്. ഇവിടെ കാണാൻ സിലോപ്പിയ പോലെ ഇരിക്കുന്നു. എനിക്ക് പേര് അറിയത്തില്ല. അറിയാനുള്ളൊരു കമൻറ്റ് ചെയ്യുക. ഞാനങ്ങനെ കറങ്ങി നടക്കുമ്പോഴാണ് കുറേ കൊമ്പന്മാരെ കിടത്തിയിട്ടിരിക്കണ കണ്ടത്. പോയി നോക്കിയപ്പം നമ്മുടെ നാട്ടിൽ പുള്ളിമോതയും പാലാമീനെന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ പേരെന്താ? കട്ടമരത്തിൽ മീനുകൾ ഒരുപാട് വരാറുണ്ട് ഇവിടെ. പക്ഷെ വരുന്നത് ഒട്ടും മിക്കതും നല്ല പച്ച മീനാണ്, ജീവൻ പോകാത്തതാണ്. ഒരുപാട് വലുതും ചെറുതുമായിട്ട് പിടയ്ക്കുന്ന മീനുകളൊക്കെ കാണാൻ പറ്റും. എല്ലാം ജീവനോട് കൂടിയാണ് കൊണ്ടുവരുന്നത്. നമുക്ക് നോക്കാം. ഈ മീൻ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നീർക്കോലി പോലെ ഇരിക്കുന്നു. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ കൊണ്ടുവന്ന് കഴിച്ചിട്ടുണ്ട്. കമ്പോലിക്കാണ് ഏറ്റവും കൂടുതൽ വരാറുള്ളത് ഈ മീൻ. ഏകദേശം 200 കിലോ വെയിറ്റ് വരും. ഒരു കട്ടകുമ്പം കിടപ്പുണ്ട്. ആശാന്റെ വാല് കാണാനില്ല. അങ്ങനെ കൂടുതൽ 3 തത്തമ്മ മീനും അതിൻ്റെ കൂടെ കുറേ മീനുകൾ. ഇതിൻ്റെ പേരുകളൊന്നും എനിക്കറിയത്തില്ല. ഈ പ്രാവശ്യം വന്നിട്ട് ഒരു മീനിൻ്റെ പേരുകൾ എനിക്ക് മനസ്സിലായി. ഇന്ന് ഏകദേശം 10ഓളം മീൻ ഞാൻ കാണിച്ചു തന്നില്ലേ, വെറൈറ്റി മീനുകൾ. അതിൻ്റെ പേരറിയാമെന്നൊരു കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കുമ്പാരിമാരെ.